നമസ്കാരം. എങ്ങനെയാണ് നമുക്ക് പുതിയതായിട്ട് നമ്മുടെ BNBയിൽ രജിസ്റ്റർ ചെയ്യാം, പുതിയ ഐഡികൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമുക്ക് ആദ്യം വേണ്ടത്, നമുക്ക് ഇതുപോലെ തന്നെ നമ്മളൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ സാധാരണ ചെയ്തിരുന്നത് പോലെ തന്നെ നമ്മൾ ടോക്കൺ പോക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ഈ സർക്കിളിൽ കാണുന്ന കണ്ടില്ലേ, ഈ സർക്കിളിൽ കാണുന്ന പ്ലസ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്രിയേറ്റ്, നമ്മൾ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരു വാലറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്ത ശേഷം അപ്പോൾ BNB ഇവിടെ ആഡായി വന്നു കഴിഞ്ഞു. OPBNB നമുക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കിവിടെ ചെയ്തത്, നമുക്ക് എല്ലാ പേർക്കും ഇതുപോലൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലിങ്കിൽ നമ്മൾ നേരിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ബ്ലോക്ക് ചെയിനിലേക്ക് മാറുകയാണ്. ഇവിടെ വരുമ്പോൾ നമ്മൾ ഒന്ന് മേളിലോട്ട് കൊണ്ടുപോവുക. മേളിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ട്രാൻസാക്ഷൻ തുടങ്ങിയത് കാണും, ടോക്കൺ ട്രാൻസാക്ഷൻ. ഇതിനെ ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഇവിടെ കാണാം കോൺട്രാക്റ്റ് എന്ന് കാണാം. അപ്പോൾ ഈ കോൺട്രാക്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാം റൈറ്റ് കോൺട്രാക്റ്റ്. അപ്പോൾ ഈ റൈറ്റ് കോൺട്രാക്റ്റ് എന്നുള്ളതിൽ വീണ്ടും ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് മേളിലോട്ടാക്കുക. മേളിലോട്ടാക്കുമ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ എന്ന് കാണാം. 6ാമത്തതിൽ ആണ് കാണുന്നത്, കണ്ടില്ലേ? 1 2 3 4 5 6. ഈ 6 എന്ന് പറയുന്നിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്റ്റർ എന്ന് കാണും. അപ്പോൾ ഈ രജിസ്റ്റർ എന്ന് കാണുന്നിടത്ത് ഫസ്റ്റിൽ ഇത് കണ്ടില്ലേ, പേയബിൾ എമൗണ്ട് എന്ന് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഇതിലേക്ക് വേണ്ടത്, അതായത് നമുക്കറിയാലോ BNBയിലേക്ക് നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് എത്ര BNB കോയിൻ ആണെന്നുള്ളത് 0.00044. അതിവിടെ നമ്മൾ കൊടുക്കുന്നു. കൊടുത്ത ശേഷം അടുത്തത് സെക്കൻഡിൽ വരുന്നതാണ് റഫറലിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ആരെയാണോ റഫർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഉദാഹരണം എൻ്റെ തന്നെ ഒരു റഫറൽ ലിങ്ക് ഞാനൊന്ന് എടുക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ പോയിട്ട് ഞാൻ എൻ്റെ റഫറൽ ലിങ്ക് എടുക്കുന്നു. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം, നമ്മൾ ലോഗിൻ ചെയ്ത് വരുമ്പോൾ ഇവിടെ ഈ റഫറൽ ലിങ്ക് കിടപ്പുണ്ട്. ഈ റഫറൽ ലിങ്കിനെ ഒന്ന് കോപ്പി ചെയ്യുക. ഈ റഫറൽ ലിങ്കാണ്, അതായത് യൂസർ ID എന്ന് കാണുന്ന ആ ലിങ്കാണ് നമ്മൾ എടുക്കേണ്ടത്. യൂസർ ID കണ്ടല്ലോ. ഈ യൂസർ IDയെ ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഒന്ന് ബാക്ക് പോവുക. ബാക്ക് പോയിട്ട് ഇപ്പം ആരാണോ റഫർ ചെയ്യുന്നത്, റഫറലുകാരുടെ ആണോ കൊടുക്കാൻ, എന്നിട്ട് ഇതിനെ അങ്ങ് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത ശേഷം ഇവിടെ കണ്ടില്ലേ ന്യൂ അക്കൗണ്ട് അഡ്രസ്സ്, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോയിട്ട് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ആ ഒരു ID ഉണ്ടാവുമല്ലോ, ഓൾറെഡി നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പുതിയ ID ഉണ്ടാവും.